ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ടാറ്റയുടെ ഒരു വെസൽ ഫിൽറ്ററാണ്. വെസൽ ഫിൽറ്റർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്തുമാത്രം ജനങ്ങൾ വെള്ളത്തിന് വേണ്ടി ബുദ്ധിമുട്ടുകയാണ്. ആ ബുദ്ധിമുട്ടിന് ഒരു ശാശ്വത പരിഹാരമായിട്ടാണ് ടാറ്റ ഇവിടെ വന്നിരിക്കുന്നത്. ടാറ്റയുടെ ഒരു വെസൽ ഫിൽറ്ററിൻ്റെ ഫുൾ ഇൻസ്റ്റലേഷൻ വീഡിയോ ആണ്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ ടാറ്റയുടെ പ്രോഡക്റ്റ് മേടിച്ചിട്ട് സ്വന്തമായിട്ട് വേണമെങ്കിലും വെക്കാം. ഇതിൻ്റെ A to Z കാര്യങ്ങൾ അപ്പ് ടു ഡൗൺ നമ്മൾ ഈ വീഡിയോ ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിൻ്റെ ഫീച്ചേഴ്സ് ഇത് വന്ന് 100 ലിറ്ററിൻ്റെ വെസലാണ്. ഇത് വന്നിട്ട് ടാറ്റയുടെ വെസലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് ഇനി ഇതിനകത്ത് നമ്മൾ വീഡിയോസ് നിറച്ചതിന് ശേഷമാണ് 100 ലിറ്റർ വെള്ളം കപ്പാസിറ്റി ഉണ്ട്. അല്ല, ഇതിനകത്ത് നിൽക്കുന്നതാണ് 100 ലിറ്റർ. നമുക്ക് എത്ര ലിറ്റർ വേണോ ഉപയോഗിക്കാൻ കഴിയും. ടാങ്കിലിരിക്കുന്ന വെള്ളം മൊത്തം നമുക്ക് താഴേക്ക് വരും. നമ്മൾ റിട്ടേണിലാണ് വയ്ക്കുന്നത്. അതുകൊണ്ട് ടാങ്കിൽ എത്ര ലിറ്റർ ടാങ്ക് കിടക്കുന്ന അത്രയും ലിറ്റർ ടാങ്ക് വഴി ഇതിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്നത് 100 ലിറ്റർ. ഇത് മൾട്ടിബിൾട്ട് വാൽവ് എന്ന് പറയും. ഇതാണ് ഇതിൻ്റെ വാൽവ്. ഇതിന്റെ ടോപ്പിൽ വരുന്നതാണല്ലേ? അത് അതിൻ്റെ ടോപ്പിൽ. ഇതെന്തിനാണ് ഇതിനകത്തുനിന്ന് ഇതിനുള്ളിൽ വരുന്ന പൈപ്പാണ്. സൈലോക്സാ ഉപയോഗം? ഇത് നമ്മുടെ ഇതിൻ്റെ ഏറ്റവും അടിയിലുള്ളത് നമ്മളെ റിൻസ് വരുന്നില്ലേ? അപ്പോൾ ഈ റിൻസ് വരുന്നതിലേക്ക് പൊടിയൊന്നും പെട്ടെന്ന് കയറാത്ത രീതിയിൽ വലിയ കല്ലുകൾ ഇതിൻ്റെ മുകളിൽ 10 mm ഇടും. എല്ലാം മെറ്റൽ ടൈപ്പാണോ? ഇത് ഈ വരുന്ന ആദ്യം വരുന്നതെല്ലാം മെറ്റൽ ടൈപ്പ്. എന്തിനാണ് സാധനം? 10 mm. അല്ലേ? അത് ഇത് കൂടെ സൈസ് കൂടിയതല്ലേ? അല്ല, നമ്മൾ ആദ്യമായിട്ട് സൈസ് കൂടിയത്. ഈർണ എന്തിനാണ്? ഇതും ഇതേപോലെ ഫിൽട്രേഷൻ. കാർബൺ അല്ലേ? ഇതിന്റെ യൂസേജ് വെള്ളം ക്ലിയർ ആക്കുക. പിന്നെ അയൺ പിടിക്കുന്നത് ചെറിയൊരു അയണൊക്കെ അപ്പം മെയിനായിട്ടും അസിഡിറ്റിയും അയണിന്റെ കണ്ടന്റ് കുറയ്ക്കാനാണ്. അസിഡിറ്റി അയൺ കണ്ടന്റ് അല്ലേ? മറ്റേ ഓക്സിജൻ കണ്ടന്റ് പോകുന്നത് ചിരട്ട ട്രീറ്റ് ചെയ്തെടുക്കുന്നല്ലേ? നമ്മൾ കയ്യിലാവില്ല. നമ്മൾ മൂന്നാമത്തെ ലെയർ അല്ലേ? ഇത് ചിരട്ടയിലേ അല്ലേ? എന്തെന്ന് ഇത് ഒരു കെമിക്കൽ പ്രോഡക്റ്റ്. കെമിക്കലാണല്ലേ?
എന്താണ് സാധനം? ആന്ത്രോസൈറ്റ്. ആന്ത്രാസൈറ്റാ ഇത്? ഇത് വെള്ളത്തിൻ്റെ ഫിൽറ്റർ ആവാൻ വേണ്ടി, വെള്ളം നല്ല തെളിയാൻ വേണ്ടി. വെള്ളം ഫിൽട്രേഷന് വേണ്ടി. ഇതിപ്പോൾ നമ്മൾ ഈ ഇടാൻ പോണത് 5ാമത്തെ സ്റ്റെപ്പാണല്ലേ? ഇത് നമ്മൾ 6ാമത്തെ ലെയറാണ് അല്ലേ? ഫൈൻ സാൻഡ്. ഇത് യൂസേജ് എന്താണ്? ഇതിലായിരിക്കും വരുന്നത് ചെളിയും എല്ലാം പിടിച്ചിരിക്കുന്ന ഇതിലായിരിക്കും. ഓ, ചെളിയും ബാക്കിയുള്ള അഴുക്ക് പോലെല്ലാം ഇതിലായിരിക്കും. എത്ര വരെ? ഇത് റെയിൻസാണ്. നമ്മൾ അകത്തിരിക്കുന്നതൊന്നും പുറത്തോട്ട് വരാത്ത രീതിയിൽ ക്ലോസ് ചെയ്യുന്ന വാൾവാണ് അതിൻ്റെ. നമ്മൾ ക്ലോസ് ചെയ്യുന്നത്. ഏതാണ്? വെള്ളം കയറാനല്ല. അത് ഔട്ട് പോകുന്നു. ഇതിന് നമ്മുടെ വെസലിൻ്റെ ഔട്ട്. ഇത് വെസലിൻ്റെ ഇന്ന്, ഇത് ഔട്ട്. പിന്നെ ഈ വരുന്ന ബാക്ക് വാഷ്. ബാക്ക് വാഷ് ചെയ്യുന്ന വെള്ളത്തിൻ്റെ വേസ്റ്റ് ഇതുവഴിയായിരിക്കും. ഇത് വെള്ളം മുകളിലോട്ട് കയറണതിൻ്റെയാണ് അല്ലേ? വെസലിലോട്ട് വരുന്നത്. വെള്ളം ഇതിലോട്ടാണ്. ഓ, നമ്മളിപ്പോൾ മോട്ടറിൻ്റെ ലൈൻ ഇതിലേക്ക് കൊണ്ട് കണക്ട് ചെയ്ത് കുത്തിയിട്ട് കണക്ട് ചെയ്ത് ഇത് ആ വരുന്നത് മോട്ടറിൻ്റെ ലൈനാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മളെ ബോർവെല്ലിലെ വെള്ളം ഈ സൈഡ് എന്ന് പറയുമ്പോൾ റൈറ്റ് സൈഡ്. അല്ല, ബോർവെല്ലിലെ വെള്ളം അവിടെ നിന്ന് വന്ന് നമ്മുടെ ബാക്ക് വാഷിന് നമ്മളെ മാത്രം നമ്മൾ ബോർവെല്ലിൻ്റെ ലൈൻ ഇതാണ്. ബോർവെല്ലിൻ്റെ ഈ ലൈന് നേരെ വന്ന് ഇതിൽ കയറും അല്ലേ? ഇത് നമ്മൾ ബാക്ക് വാഷ് ചെയ്യുന്നിടത്ത് മാത്രം ഈ വാൽവ് ഓപ്പൺ ചെയ്ത് നമ്മൾ ബോർവെല്ലിൻ്റെ വെള്ളം എടുക്കുന്നത് നമ്മൾ മാത്രമേ ഉള്ളൂ. അല്ലാത്ത സമയത്ത് ഈ വാൽവ് ഓപ്പൺ ചെയ്ത് ഈ വാൽവ് ക്ലോസ് ചെയ്ത് മുകളിലേക്ക് തന്നെ ടാങ്കിലേക്ക് തന്നെ ആയിരിക്കും. ബോർവെല്ല് വെള്ളം ഇതുവഴി വന്ന് മുകളിലേക്ക് പോകും. ഓക്കെ. നമ്മുടെ ടാങ്കിലേക്ക് പോകും. ഇതാണ് നമ്മുടെ ബോർവെൽ കണക്ഷൻ. ബോർവെല്ലിൻ്റെ വെള്ളം നേരെ വന്ന് പഴയ നമ്മുടെ ടാങ്കിൻ്റെ, ഇതാണ് ടാങ്കിൽ കയറുന്ന ലൈൻ. ഈ ലൈൻ വഴിയാണ് മുകളിൽ പോകുന്നത്. എന്നിട്ട് റിട്ടേൺ ആണ് ഈ ലൈൻ വഴി വന്ന് നേരെ വന്നിട്ട് ഇവിടെ നിന്ന് നേരെ ഈ ഒരു പോർഷനിൽ, ഈ ലെഫ്റ്റ് സൈഡ് പോർഷനിലോട്ട് കയറുന്നു. കയറി പ്യൂരിഫയറിനകത്ത് കയറി ഇതിനകത്ത് കയറാണ് വൃത്തിയാവുന്നതല്ലേ? ഇതിനകത്ത് കയറി നേരെ ഫിൽറ്ററായിട്ട് വീണ്ടും ഈ ലൈന് വഴി നേരെ വന്നിട്ട് ഇത് നമ്മളെ ഔട്ട് ലൈനാണ്. ഇത് നമ്മളെ യൂസേജിനുള്ള ലൈൻ വഴിയാണ് പുറത്ത് പോകുന്നത്. ക്ലോറിൻ നമ്മൾ ഇതേപോലെ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കണം അല്ലേ? എത്ര ലിറ്ററാണ്? 5 ലിറ്ററാണ്. 5 ലിറ്റർ ക്ലോറിന് എത്ര ലിറ്റർ വെള്ളം ഒഴിക്കണം? 30 ലിറ്റർ വെള്ളവും 5 ലിറ്റർ ക്ലോറിൻ. ഓ, ഈ ഡ്രമ്മിൽ 30 ലിറ്റർ വെള്ളവും 5 ലിറ്റർ ക്ലോറിൻ. ഡോസിൽ സെറ്റ് ചെയ്യണം. എത്രയാണ് നമ്മൾ ഏറ്റവും കുറച്ചിരിക്കും. നമ്മൾ അളവ് വാങ്ങിയാൽ ആ അളവ് ഡോസ് ചെയ്യും. അതെന്താണ്? വിളിച്ചുമ്പോൾ ഇത് ആലമാണ്. ആലമാണല്ലേ?
ഡോസിങ് പമ്പല്ലേ? ഡോസിങ് പമ്പിൻ്റെ കണക്ഷൻ നമ്മൾ മോട്ടറിലേക്ക് കണക്ട് ചെയ്യും. കറക്റ്റ് കയറണല്ലേ? ബാക്ക് വാഷിന് അപ്പോൾ ആ വാൾവ് അടയ്ക്കണോ അല്ലേ? റിട്ടേൺ ഇറങ്ങണപ്പോൾ റിട്ടേൺ ഇറങ്ങുന്ന വളരെ വാൾവ് അടച്ചിട്ട് ഇത് ഡയറക്റ്റ് കൊടുക്കണം അല്ലേ? വേസ്റ്റ് ആയിരിക്കും. നമ്മളിപ്പോൾ നമ്മളെ ഇട്ടിക്കുന്ന മീഡിയ ബാക്ക് വാഷ് ചെയ്ത് കളയുന്നത്. ഇതിലിപ്പോൾ ആലം കൂടി ഇട്ട് വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇനി ഇത് തുറക്കുമ്പോൾ ഒരു ചെറിയ സ്മെല്ല് വരും. നിങ്ങൾക്ക് ഇനി അടുത്ത് ചെയ്യുമ്പോഴേക്കും ഇതിൽ ക്ലോറിൻ മാത്രം മതി. ഞാൻ കട്ട കൊണ്ടുവരും. അത് ആഴ്ചയിൽ ടാങ്കിൽ അങ്ങ് ഇട്ട് കൊടുത്തത് ആലത്തിൻ്റെ കട്ടയുണ്ട്. ഓക്കെ, ഇത് ഈ ഒരു സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് മോട്ടറിൽ വെള്ളം അടിക്കുന്ന വെളിയിൽ വെള്ളം അടിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ സ്വിച്ച് ഓഫ് ചെയ്ത് ഈ മെനു വരില്ലേ, ഇത് പ്രസ് ചെയ്യുമ്പോൾ ഓഫാവും. ഓഫായതിനു ശേഷം നമുക്ക് പഴയതുപോലെ ക്ലോറിനേഷൻ വരാത്ത വെള്ളം മൊത്തം ചെടിക്ക് അടിക്കാം. മുകളിൽ അടിച്ച് കയറ്റുമ്പോൾ ഓൺ ചെയ്യും. വീണ്ടും ഇത് ഓൺ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇത് നനയാണെ കുഴപ്പമില്ലല്ലോ പമ്പ്? ഇതിട്ട് അടച്ചിട്ടിട്ട് പോവാം. ഇത് ഇതിനകത്ത് തീർന്നതിന് ശേഷം എങ്ങനെ അറിയാൻ പറ്റും? ഇത് തുറന്നു നോക്കണം. ഇപ്പം തുറക്കുന്ന സ്മെല്ലായിരിക്കും. ആലോ ഇതിനകത്താണ് മിക്സ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത് നിങ്ങൾ ചെയ്യുമ്പോൾ അടുത്തെന്ന് പറഞ്ഞാൽ എത്ര ദിവസം? ഒരു മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ഇതിൽ ക്ലോറിൻ മാത്രമേ വരുള്ളൂ. ആലം കട്ട ഞാൻ വാങ്ങിച്ചു കൊണ്ടുവരാം. നമ്മളിപ്പോൾ ഈ വീഡിയോ കാണുന്നതിൻ്റെ ഫൈനൽ സ്റ്റേജ് നമ്മൾ ബോർവെല്ലിന് ഡയറക്റ്റ് വെള്ളം അടിച്ച് ടാങ്കി കയറ്റിയാണ്. ഇത്രയും കളറുള്ള വെള്ളത്തിനെയാണ് നമ്മുടെ ഈ ഫിൽട്രേഷൻ വഴി ഒരു 7-8 പ്രൊസീജിയർ കഴിഞ്ഞ് നമ്മൾ ക്ലിയർ ആയിട്ടുള്ള വെള്ളം നമുക്ക് ടാപ്പുകളിലും മറ്റ് ആവശ്യങ്ങൾക്കുമായിട്ട് കിട്ടുന്നത്. അപ്പം ഇതേപോലെയുള്ള ഈ വ്യത്യസ്തമായ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.